അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ റമദാനിലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ആയിരുന്നല്ലേ ഇന്നലെ. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ലെന്ന് വെച്ചാൽ എന്താ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കുന്നതൊന്നായിരിക്കുമല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ആയത് കാരണം പിന്നെ സുന്ദരന്മാരായിട്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് നിസ്കരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാകും. ഞാൻ ആക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റൈസിൻ്റെ റെസിപ്പിയും മസാല ഷവായയുടെ റെസിപ്പിയുമാണ്. ചിക്കൻ കട്ട് പീസസ് ആണെന്നേ ഉള്ളൂ, ടേസ്റ്റിന് കോംപ്രമൈസ് ഒന്നുമില്ല. അപ്പോൾ ഈ സംഗതികളൊക്കെ എങ്ങനെയാണ് ആക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. ആദ്യം ഒരു 15ഓളം വറ്റൽമുളക് നമ്മൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ മാറ്റി വയ്ക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത കൊച്ചുള്ളി, മല്ലിയില, പുതിനയില ഇച്ചിരി മതി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇച്ചിരി വിനാഗിരി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ടൊമാറ്റോ, പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലീസ്, ഡ്രൈ ചില്ലീസ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചില്ലായിരുന്നു, അതും കൂടി ഇട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി വയ്ക്കുക. ഇച്ചിരി പേസ്റ്റ് പേരിനൊന്ന് മാറ്റി വയ്ക്കുക, ലാസ്റ്റ് ആവശ്യം വരും. ബാക്കിയുള്ളത് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 4 മണിക്കൂർ അതിനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. ഈ സമയത്ത് നമുക്ക് റൈസിലോട്ട് പോകാം. ബാസ്മതി റൈസ് എടുക്കുക. വെള്ളത്തിൽ ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നമ്മുടെ അരി തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മൾ ഈ സമയത്ത് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എൻ്റെ അടുത്തുണ്ടായിരുന്നത് ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ഗ്രീൻ പീസ്, ഇച്ചിരി സ്പ്രിംഗ് ഓണിയൻ. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മളെടുത്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കൊരു സ്പെഷ്യൽ ഗ്രേവി അല്ല, ഒരു കൂട്ട് തയ്യാറാക്കാനുണ്ട് റൈസിന് വേണ്ടിയിട്ട്. മല്ലിയില, പുതിനയില കുറച്ച് ചേർക്കുക, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഒരു 3-4 കുഞ്ഞുള്ളി, പിന്നെ തേങ്ങ ചിരണ്ടിയത്, പിന്നെ കുരുമുളക്, ഉപ്പ്. പിന്നെ നമുക്ക് നാരങ്ങ നീരാണ്. ഒരു നാരങ്ങയുടെ നീരെടുക്കുക, നല്ല രീതിയിൽ പിഴിഞ്ഞ് കുരു മാറ്റിയിട്ട് ഇതിനെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നല്ലൊരു ചട്നിയുടെ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്ന ഈ ഒരു പേസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേനും കട്ട് ചെയ്ത വെജിറ്റബിൾസ്, പിന്നെ നമ്മളിപ്പോൾ ആക്കിയ ചോറിലത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂട്ട്, പിന്നെ നമ്മുടെ റൈസ് ഊറ്റിയതൊന്നും ഞാൻ കാണിച്ചില്ല, അത് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ സമയത്തിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 2 മുട്ട ഒന്ന് ഇങ്ങനെ ചിക്കി എടുക്കണം. 2 മുട്ട ചിക്കി എടുക്കണം. എന്നിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം അതിൽ നല്ല രീതിയിലിട്ട് വഴറ്റണം, അതായത് ഹാഫ് കുക്ക് ചെയ്യണം. ഓക്കെ, ഗ്രീൻ പീസ് ആക്ച്വലി എൻ്റെത് ഫ്രോസൺ ആണ്, അതുകൊണ്ട് എനിക്ക് ഹാഫ് കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം അതിനെ നമ്മൾ മുട്ട ചിക്കി വെച്ചില്ലേ അതിൻ്റെ കൂടെ തന്നെ മാറ്റി വയ്ക്കുക. ഓയിലിൽ തന്നെ നമ്മുടെ നേരത്തെ നമ്മൾ ആക്കി വെച്ചിരുന്ന കോക്കനട്ട് പേസ്റ്റ് ഇല്ലേ, അതിനെ നമുക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് കുക്കായിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ വെജിറ്റബിൾസ് അതിലോട്ട് ആഡ് ചെയ്യുക. വെജിറ്റബിൾസ് നമ്മൾ മുട്ട ചിക്കിയതൊക്കെ അതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അഗെയിൻ ഒരു 2-3 മിനിറ്റ്സ് നല്ല രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ചോറില്ലേ, നമ്മുടെ അരി ഇതിലോട്ട് കുക്ക് ചെയ്ത റൈസ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊരു മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം, കാരണം നമ്മുടെ മസാലയും നമ്മുടെ കോക്കനട്ട് പേസ്റ്റും നമ്മുടെ വെജിറ്റബിൾസൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. അപ്പോൾ റൈസ് സെറ്റായി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ പീസസ് എടുത്ത് നമ്മുടെ പ്രഷർ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും കേൾക്കുന്ന രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സൺഫ്ലവർ ഓയിലിൽ നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, ഫ്രൈ ചെയ്തെടുക്കുന്നത് വെച്ചാൽ പൊഴിഞ്ഞു പോകാണ്ട് നോക്കണം, കാരണം നമ്മൾ ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് നല്ല രീതിയിൽ പൊളിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്, അതിന് അനുവദിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇത് ഹാഫ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ആ ഒരു ഷവായ പേസ്റ്റ് ഇല്ലേ, ആ പേസ്റ്റ് ഇതിനോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ഈ ഒരു ലിക്വിഡ് ഫേസിൽ നിന്ന് മാറി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആവണ്ട, ഒരു ജ്യൂസി പരുവത്തിലാവുന്ന രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം, സ്ലോ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഒരു ചന്തം കണ്ടില്ലേ, നല്ലൊരു ഷവായ റെസിപ്പി നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നലത്തെ നമ്മുടെ നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത സാധനങ്ങൾ. അപ്പോൾ അൽഹംദുലില്ലാ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു മയണൈസും കൂടെ ആക്കിയായിരുന്നു, ഞാൻ എൻ്റെ റെസിപ്പി ഷെയർ ചെയ്തില്ല, കാരണം പെട്ടെന്ന് ഞാൻ ആക്കിയ റെസിപ്പിയാണത്, അത് ഷെയർ ചെയ്തില്ല, വീഡിയോ എടുത്തില്ല. അപ്പോൾ അത്രയാണ് ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം നമുക്ക് റൈസിൽ നമുക്കധികം സോസൊന്നും ഇല്ലല്ലോ, പകരം ഷവായക്കാറില്ലെങ്കിൽ ഒരുപാട് മസാലയും ഉണ്ട്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. അൽഹംദുലില്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. തൊപ്പിയൊക്കെ വെച്ചിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും.